Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സർട്ടൻ മെറ്റീരിയൽസ് അല്ലെ, കുറെ സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു. ആ സബ്സ്റ്റൻസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ ആ സബ്സ്റ്റൻസിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമ്മൾ സ്റ്റഡി നടത്തി. അങ്ങനെ സ്റ്റഡി നടത്തിയപ്പോൾ ഓരോന്നിന്റെയും ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതെല്ലാം നോക്കിയിട്ട് അതിനെ എന്ത് ചെയ്തു, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുക. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബിഹേവിയർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ഏതൊക്കെയാണ്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ മാഗ്നറ്റിക് ബിഹേവിയർ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ഏതൊക്കെയാണ്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ആ മൂന്ന് ക്ലാസിഫിക്കേഷനും എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്, നമ്മൾ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാധാരണ ഒരു ക്ലാസ്സിലെ നമുക്ക് സ്റ്റുഡൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒന്ന് ബിലോ ആവറേജ് സ്റ്റുഡൻസ് പറയാം, ഒന്ന് ആവറേജ് സ്റ്റുഡൻസ് പറയാം, പിന്നെ എക്സലന്റ് സ്റ്റുഡൻസ് അല്ലെ. ബിലോ ആവറേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ബിഹേവിയറിനോട് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. ആവറേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനോടും, എക്സലന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്തുവരും, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെ. കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരിക എന്നുള്ള കേസാണ് ആദ്യം വരുന്നത്. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകാനുള്ള താല്പര്യം അല്ലെ, വലിയ കാര്യമായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ എന്തുവരും, അട്രാക്റ്റഡ് ആണോ അല്ലയോ ക്ലാസ്സിലേക്ക് അല്ലെ, പഠിക്കാൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വരാൻ അവര് അട്രാക്റ്റീവ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ബിലോ ആവറേജ് ആണ്, പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്തുവരും, ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ടുവേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ, അല്ലെങ്കിൽ ടുവേഴ്സ് ദ ക്ലാസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസും എങ്ങനെയാണ്, വീക്ക്ലി, വളരെ വീക്കാണ് അല്ലെ, വീക്ക് അട്രാക്ഷൻ ആണുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ പറയാം വീക്ക്ലി അട്രാക്റ്റഡ് ടുവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, വീക്ക്ലി അട്രാക്ഷൻ ആണ് അല്ലെ, വീക്ക്ലി അട്രാക്റ്റഡ് ടുവേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. വളരെ ചെറിയ അട്രാക്ഷനേ ഉള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അട്രാക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ ആണല്ലോ. ഇനി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലോ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷെ വലിയ ഇഷ്ടമാണുണ്ടോ? ഇല്ല. അപ്പൊ എന്തുവരും, ദേ ആർ അട്രാക്റ്റഡ് അല്ലെ, അട്രാക്റ്റഡ് ടുവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അട്രാക്റ്റഡ് ടു ബി. ഓക്കെ, ഇതാണെങ്കിൽ വീക്ക്ലി അട്രാക്റ്റഡ് ടു ബി. ഓക്കെ, വീക്ക്ലി അട്രാക്റ്റഡ് ടു ബി, ഇതെന്തോരം, അട്രാക്റ്റഡ് ടു ബി. ഇനി അടുത്ത കേസിൽ എങ്ങനെയാ വരിക, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ദേ ആർ അട്രാക്റ്റഡ് അല്ലെ, സ്ട്രോങ്ലി അട്രാക്റ്റഡ്, നമുക്ക് അങ്ങനെ പറയാം, സ്ട്രോങ്ലി അട്രാക്റ്റഡ്. അപ്പൊ മൂന്ന് കേസും, ആദ്യത്തെ കേസ് മനസ്സിലായല്ലോ. അപ്പൊ ക്ലാസ്സിലേക്ക് വരാനുള്ള അവരുടെ ഇഷ്ടം അല്ലെ, ആദ്യം ക്ലാസ്സിൽ എത്തിയിട്ട് വേണമല്ലോ ക്ലാസ്സിലത്തെ ബിഹേവിയർ പറയാൻ. അപ്പൊ ക്ലാസ്സിലേക്ക് വരാൻ അവര് എന്ത് ചെയ്യുന്നുണ്ട്, വീക്ക്ലി അട്രാക്റ്റഡ് ആണ്, ഇവിടെ അട്രാക്റ്റഡ് ആണ്, അവിടെ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആദ്യം തന്നെ എപ്പോഴും ബാക്ക് ബെഞ്ച് നോക്കിയാണ് പോവുക അല്ലെ. അപ്പൊ നമുക്ക് പറയാം, ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ എന്ത് വരും, ഫ്രണ്ട് ബെഞ്ച് അല്ലെ, ആദ്യത്തെ 2-3 ബെഞ്ചൊക്കെ എപ്പോഴും എന്തായിരിക്കും, ദേ ആർ സ്ട്രോങ് അല്ലെ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റീജിയൻ ആണെന്ന് പറയാം, ആദ്യത്തെ 2-3 ബെഞ്ചുകൾ വരിക. അപ്പോ എന്തുവരും, അവരൊരിക്കലും അവിടെ ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവരെപ്പോഴും എന്ത് ചെയ്യും, ബാക്കിലേക്ക് പോയി അല്ലെ, അവിടെയല്ലേ കുസൃതികളൊക്കെ ഒപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിലേക്ക് പോയി ഇരിക്കാനാണ് ശ്രമിക്കാം. അപ്പൊ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക,
സ്ട്രോങ് റീജിയനിൽ നിന്ന് വീക്ക് റീജിയനിലേക്ക് മൂവ് ചെയ്യും. ഒരു ക്ലാസ്സിലെ സ്ട്രോങ് റീജിയൻ എന്ന് പറയുന്ന ഫ്രണ്ട് ആദ്യത്തെ അല്ലെ 2-3 റോയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇവർ ഈ ഫ്രണ്ട് റീജിയനിൽ നിന്ന് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റീജിയനിൽ നിന്ന് എപ്പോഴും അകന്നിരിക്കാനായിട്ടാണ് ശ്രമിക്കുക. അപ്പൊ എന്തുവരും, ദേ മൂവ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്, സ്ട്രോങ് റീജിയൻ ടു വീക്ക് റീജിയൻ എന്ന് പറയുന്ന പോലെ തന്നെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസും മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും, ദേ മൂവ് ഫ്രം സ്ട്രോങ് റീജിയൻ ടു വീക്ക് റീജിയൻ. ഓക്കെ, സ്ട്രോങ് റീജിയനിൽ നിന്ന് വീക്ക് റീജിയനിലേക്ക് അവർ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, ഏകദേശം ബാക്കിലൊക്കെ പോയിരുന്ന അവർക്കൊന്നും കേൾക്കാനൊന്നും പറ്റില്ല. ചില ടീച്ചേഴ്സിന് സൗണ്ട് കുറവായിരിക്കും, അപ്പൊ അതുകൊണ്ട് അവർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ കേൾക്കാൻ പറ്റാണ്ട് വരുമ്പോ അവരെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും പഠിച്ചൊന്ന് പാസ്സാവണോ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ എപ്പോഴും എന്ത് വരും, അവര് എപ്പോഴും വീക്ക് റീജിയനിൽ നിന്ന് സ്ട്രോങ് റീജിയനിലേക്ക് മൂവ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുള്ളൂ. അപ്പൊ ഇവരെന്തായിരിക്കും, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വീക്ക് റീജിയൻ ടു സ്ട്രോങ് റീജിയൻ ആണ് മൂവ് ചെയ്യാം അല്ലെ. നമ്മുടെ ക്ലാസ് എടുത്താൽ അറിയാം. ഓക്കെ, വീക്ക് റീജിയനിൽ നിന്ന് സ്ട്രോങ് റീജിയനിലേക്ക് ബാക്കിലൊക്കെ പോയിരുന്നു എങ്ങനെയുണ്ടെങ്കിൽ അവസ്ഥ ആണ് അറിയാം. അപ്പൊ വീക്കിൽ നിന്ന് സ്ട്രോങ്ങിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഇനി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലോ, ദേ ആർ ഓൾവേസ് ഇൻ ദ സ്ട്രോങ് റീജിയൻ, സ്ട്രോങ് റീജിയനിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പറയാം രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഫെറോയുടെ ഏതാണ്, ദേ ആർ ഓൾവേസ് ഇൻ ദ സ്ട്രോങ് റീജിയൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് പറയുകയാണെങ്കിൽ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി, ക്ലാസ്സിലേക്ക് വന്നു, ക്ലാസ്സിലെ ഇരിപ്പ് പറഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസിൽ ക്ലാസ്സിൽ ടീച്ചർ വന്ന് ക്ലാസ് എടുക്കാണ് അല്ലെ. അപ്പൊ ക്ലാസ്സിൽ വന്നു ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങുമ്പോ എന്തുവരും, നാച്ചുറലി എന്തുവരും, ഇവര് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കോ അല്ലെ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവരെ ടീച്ചറിനെ നേരെ നോക്കിയിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, ഇത് എപ്പോഴും എങ്ങനെയായിരിക്കും, ജനലൊക്കെ ഉണ്ടെങ്കിൽ ആ ജനലിൽ കൂടെ പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നോക്കാനായിട്ടാണ് അവരെപ്പോഴും ആഗ്രഹിക്കുക. ഇപ്പൊ എന്ന് പറയണ പോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കാം. ഈ മാഗ്നറ്റിക് ഫീൽഡില് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും എന്തുവരും, ദേ അലൈ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇരിക്കുക. ഒരിക്കലും അവര് സ്ട്രൈറ്റ് ആയിട്ട് അല്ലെ നേരെ നോക്കിയിരുന്ന് കേൾക്കാനോ ടീച്ചർ എന്താ പറയുന്നതെന്ന് കേൾക്കാനൊന്നും അവരെന്തെങ്കിലും തയ്യാറാവില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദേ അലൈ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാണല്ലോ. അവരുടെ എപ്പോഴും കണ്ണൊക്കെ എന്ത് ചെയ്യും, പുറത്ത് എവിടെയെങ്കിലും റാൻഡം ആയിട്ട് അല്ലെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയണ പോലെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ബിഹേവിയർ പറഞ്ഞു. ക്ലിയർ ആണല്ലോ. ഇനി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ എങ്ങനെ വരാം അല്ലെ, അത്യാവശ്യം കുറെ നേരമൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ശ്രദ്ധിച്ചിരിക്കും, ദേ അലൈൻ പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഒരു ആവറേജ് സ്റ്റുഡൻസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, അത്യാവശ്യം ശ്രദ്ധിച്ചൊക്കെ ഇരിക്കും. അപ്പൊ നേരെയൊക്കെ ഇരുന്നോളും. ഒത്തിരി ആയി കഴിഞ്ഞാലേ അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ദേ അലൈൻ പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലും അല്ലെ അവരെപ്പോഴും എന്ത് ചെയ്യും, ടീച്ചർ എന്താണ് പറയുന്നതെന്ന് അല്ലെ ക്യാച്ച് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ദേ ഓൾവേസ് എന്തുവരും, പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടേ ഇരിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ടീച്ചർ വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക, ഡയാമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആണല്ലോ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അല്ലെ കുട്ടികൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അവര് ഏതെങ്കിലും ഒരു പോയിന്റ്സ് അവര് ക്യാച്ച് ചെയ്യുന്നുണ്ടോ, അവര് പറയുന്നുണ്ട്, അവരിവിടെ ഒന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലെ ചെവിയുടെ ഇതിലേ കൂടെ അങ്ങ് പോവാണ്. ഒന്നും തന്നെ ചെവിക്കുള്ളിലേക്ക് കയറണില്ല അല്ലെ, അവര് ശ്രദ്ധിക്കുന്നില്ല. അതാണ് കാര്യം. മനസ്സിലാക്കാൻ കഴിവില്ല എന്നിട്ടല്ല, അവരൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് നേരെ ഇങ്ങനെ വന്നിട്ട് അല്ലെ ഇങ്ങനെ അങ്ങ് പോവാണ്, ഇതിന്റെ ഉള്ളിലേക്ക് ഒന്നും കയറുന്നില്ല. ഓക്കെ, എന്ന് പറയുന്ന പോലെ തന്നെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഇതെങ്ങനെ എക്സ്പെൽ ചെയ്ത് പുറത്തൂടെ ആയിരിക്കും പോവുക. ഓക്കെ, ഒരു ലൈൻ പോലും ഇതിന്റെ എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് കയറില്ല. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒന്നും തന്നെ ഈ ഫീൽഡിന്റെ അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസിന്റെ ഉള്ളിലൂടെ പോകില്ല. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തൂടെ പോവുള്ളൂ. ഓക്കെ,
അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഓൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ എക്സ്പെൽ ആവും അല്ലെ, എക്സ്പെൽഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ സബ്സ്റ്റൻസിന്റെ ഉള്ളിൽ കൂടെ എന്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നില്ല. പക്ഷെ നോക്കിക്കേ, നമുക്ക് അറിയാം ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അല്ലെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം ജയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ട് അവർ അത്യാവശ്യമൊക്കെ കേട്ടിരിക്കും. ഒത്തിരിയൊക്കെ ആയി കഴിയുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ കുറച്ച് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പോകുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളത് അല്ലെ, ബാക്കി കുറെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തൂടെയും പോകും. ഓക്കെ, എല്ലാം തന്നെ ക്യാച്ച് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ലൈൻസ് അല്ലെ, ഇറ്റ് അലൗ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ടു പാസ് ത്രൂ ദ മെറ്റീരിയൽ. ഓക്കെ, ഫെറോയുടെ കേസ് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഓൾ ലൈൻസ് അല്ലെ, എല്ലാ ലൈൻസും ഏതിൽ കൂടെയാ പോകുന്നത്, ഓൾ ലൈൻസ് ആർ പാസ്ഡ് ത്രൂ ദ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് അല്ലെ, ശരിയാണല്ലോ. ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എന്തൊരു എക്സലന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി ക്യാച്ച് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തുവരെ നമുക്ക് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഈ മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടിയാണ് കയറി പോവുക. നാലാമത്തെ പോയിന്റ്സ് പറഞ്ഞോ, മനസ്സിലായല്ലോ. അപ്പൊ ഇവിടുന്ന് നമുക്ക് പറയാവുന്നത്, ഇവര് ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ഇവരുടെ എന്ത് ചെയ്യുന്നില്ല, ഉള്ളിലേക്ക് ലൈൻസ് ഒന്നും തന്നെ കടന്നു പോകുന്നില്ല, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒന്നും തന്നെ കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും കേറുന്നില്ല. ഓക്കെ, അപ്പോ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഈ നാലാമത്തെ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ അതെന്താന്ന് നോക്കാം. ഓക്കെ, ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് ദ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള കഴിവ്, അതാണ് പെർമിയബിലിറ്റി എന്ന് പറയാം. ഈ പെർമിയബിലിറ്റിയുടെ വാല്യൂ ഏതാണ്, മ്യൂ ആണ് അല്ലെ. പെർമിയബിലിറ്റി മ്യൂ ആർ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ത് വേണേലും പറയാം, പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി എങ്ങനെയായിരിക്കും, 0യ്ക്കും 1നും ഇടയിലായിരിക്കും, 1നേക്കാൾ കുറവായിരിക്കും. ഇവര് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യാത്തത്, മനസ്സിലാവാത്തത്. ഓക്കെ, നെഗറ്റീവ് വാല്യൂയിലേക്ക് ഒന്നും പോണില്ല, 0യ്ക്കും 1നും ഇടയ്ക്കാണെന്ന് പറയാം പെർമിയബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പെർമിയബിലിറ്റി ഓൾവേസ് എങ്ങനെയായിരിക്കും, ലെസ് ദാൻ 1 ആണ്. 0യ്ക്കും 1നും ഇടയിലായിരിക്കും പെർമിയബിലിറ്റി. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ലൈൻസിനെ പാസ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് പെർമിയബിലിറ്റി എങ്ങനെയാണ്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1, 1നേക്കാൾ ഗ്രേറ്റർ ആണ്. പക്ഷെ എങ്ങനെയാണ്, സ്മോൾ ആണ് അല്ലെ. എക്സലന്റ് സ്റ്റുഡൻസിന്റെ അത്ര ഒന്നും വരില്ലല്ലോ. പെർമിയബിലിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്, പക്ഷെ അത് എങ്ങനെയായിരിക്കും, കുറവാണ്, സ്മോൾ ആണ്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ആണെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് വെരി വെരി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 1, 1നേക്കാളും ഒത്തിരി കൂടുതലാണ് അല്ലെ, ശരിയല്ലേ. എല്ലാ ലൈൻസിനെയും അത് എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിൽ കൂടെയാണ് പാസ് ചെയ്യിക്കുക. പാസ് ചെയ്യിക്കുന്ന ആ ഫിനോമിനാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയാം. അപ്പൊ പെർമിയബിലിറ്റി വെരി വെരി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 1 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് വന്നു, ക്ലാസ്സിൽ ഇരിക്കണതിന്റെ കാര്യം പറഞ്ഞു. ഇനി ക്ലാസ്സിൽ അല്ലെ ടീച്ചർ വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അപ്പൊ ശ്രദ്ധിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതുവരെയാണ് നമ്മൾ 5th പോയിന്റ് വരെ പറഞ്ഞിരിക്കുക. ഇനി 6th പോയിന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ടീച്ചർ ക്ലാസ്സിൽ വന്നു, പഠിപ്പിച്ചു കഴിഞ്ഞ് ടീച്ചർ അങ്ങ് പോയി. അപ്പൊ നമ്മുടെ എന്തുവരും, സ്കൂളിലെ പ്രിൻസിപ്പളോ ആരെങ്കിലും കയറി നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത് എന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്സ് ആയിരുന്നു, അപ്പൊ എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള അല്ലെ ഒരു കുട്ടിയുടെ അടുത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടി, ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു കുട്ടിക്ക് എന്താ പഠിപ്പിച്ചതെന്ന് പോലും അറിയണ്ടാവില്ല അല്ലെ. എന്ന് പറയുന്ന പോലെ തന്നെ എന്തുവരും, ഈ സബ്സ്റ്റൻസ് അല്ലെ എന്ന് വെച്ചാൽ ക്ലാസ്സിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, മാഗ്നറ്റ് എന്ന് പറയുന്ന ടീച്ചറാണ്, ക്ലാസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾക്ക് അറിയാം. അപ്പൊ എന്തുവരും, ഈ മാഗ്നറ്റിനെ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് അങ്ങ് മാറ്റി, എന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് അങ്ങ് പോയി എന്ന് വെച്ചാൽ മാഗ്നറ്റ് ക്ലാസ്സിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദേ കംപ്ലീറ്റ്ലി ലൂസസ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്ത് ചെയ്യാണ്, മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് അങ്ങ് മാറ്റി കഴിഞ്ഞപ്പോ എന്തുവരെ, കംപ്ലീറ്റ്ലി ലൂസസ്, ഒന്നും തന്നെ ഗെയിൻ ചെയ്തില്ല, വളരെ കുറച്ച് അവിടെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടിരുന്നാലും എന്തുവരും, മാഗ്നറ്റ് അങ്ങ് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദേ കംപ്ലീറ്റ്ലി ലൂസസ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെ, കംപ്ലീറ്റ്ലി ലൂസ് ചെയ്യാണ്, ലൂസ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് അത് എന്ത് ചെയ്തു, ലൂസ് ചെയ്തു.
പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് കുട്ടീനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡയാ പാരാ ഫെറോ ഒക്കെയാണ് പഠിപ്പിച്ചത്, എല്ലാം എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയും അല്ലെ എന്ന് പറയുന്ന മാതിരി. ഇത് കംപ്ലീറ്റ്ലി ലൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. എന്ത് വരുന്നുണ്ട്? ഇറ്റ് പൊസസ് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അപ്പൊ അടുത്ത 6ാമത്തെ പോയിന്റ് ഇവിടെയാണ്. എന്താണ്? they retain some magnetic property അല്ലെ. retain some magnetic property. ഇത് കംപ്ലീറ്റ്ലി ലൂസ് ചെയ്തു, ഇത് അത്രയും എന്ത് ചെയ്യുന്നില്ല, ലൂസ് ചെയ്യുന്നില്ല. ഓക്കെ, retain some magnetic property. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ എന്ത് വരും? ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ത് വരും? കംപ്ലീറ്റ് ആയിട്ട് റിട്ടൈൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ കേസ് ഓർമ്മയുണ്ടല്ലോ. എന്താ പറയാ? 6th പോയിന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്തുവരും? ദേ കംപ്ലീറ്റ്ലി ലൂസസ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലോ ഇറ്റ് റീറ്റെയിൻസ് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ എന്തുവരും? കംപ്ലീറ്റ്ലി റീറ്റെയിൻ അല്ലെ. ഫുൾ അത് അവർക്ക് എന്തുവരും? ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ ഒക്കെ ഇട്ട് അവരെന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും പറയും. അപ്പൊ കംപ്ലീറ്റ്ലി റീറ്റെയിൻ ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ ആണല്ലോ. 7th പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അപ്പൊ ക്ലാസ്സിൽ നിന്ന് ടീച്ചറൊക്കെ പോയി, ക്ലാസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിലൊക്കെ പോയി, പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ വന്നു. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞു അല്ലെ, ക്ലാസ്സിലെ ടീച്ചർ അറ്റൻഡൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? എല്ലാവരും ബുക്കൊക്കെ അടച്ചു വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന് പറയാം ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ത് ചെയ്തു? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തെങ്കിലും റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. റീറ്റെയിൻ ചെയ്യുന്ന, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ്ലി, ടീച്ചർ പോയപ്പോ തന്നെ പോയി, വീട്ടിൽ പോയി ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, തിരിച്ച് അല്ലെ ബുക്ക് അതുവഴി എടുത്തിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇവരൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തോരം ഒന്നും റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, അല്ലെങ്കിൽ ഓർത്തെടുക്കാനായിട്ടൊന്നും പറ്റുന്നില്ല, ഒന്നും അറിയില്ലല്ലോ, പിന്നെ ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ റീറ്റെയിനിങ് പ്രോപ്പർട്ടി, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ റീറ്റെയിൻ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ വരിക. അതിനെ നമ്മൾ പറയുന്നത് സസെപ്റ്റബിലിറ്റി എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് പറഞ്ഞാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ റീറ്റെയിനിങ് പ്രോപ്പർട്ടി പോലെ തന്നെയുള്ള ഒരു ഇതാണ്. അപ്പൊ സസെപ്റ്റബിലിറ്റി എപ്പോഴും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആണ്. ഓക്കെ, സസെപ്റ്റബിലിറ്റി വാല്യൂ എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്. ആർക്ക്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, റീറ്റെയിൻ ചെയ്യുന്നില്ല. ഇത് അവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ റീറ്റെയിനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇനി 7th പോയിന്റ് അല്ലെ, 7th പോയിന്റ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എങ്ങനെയായിരിക്കും? റീറ്റെയിനിങ് കപ്പാസിറ്റി അഥവാ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ എന്തുവരെ? സ്മോൾ ആണ്. പോസിറ്റീവ് ആൻഡ് സ്മോൾ. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിലോ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിലാണെങ്കിൽ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ എന്തായിരിക്കും? ലാർജ് ആണ്. ഓക്കെ, അപ്പൊ റീറ്റെയിനിങ് കപ്പാസിറ്റി പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല, വീട്ടിൽ പോയി വായിച്ചിട്ടില്ല, ആ കേസൊക്കെ തന്നെ. സസെപ്റ്റബിലിറ്റി നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആൻഡ് സ്മോൾ എന്ന് പറയാം. ഓക്കെ, നെഗറ്റീവ് ആൻഡ് സ്മോൾ. ഇവിടെ സസെപ്റ്റബിലിറ്റി പോസിറ്റീവ് ആൻഡ് സ്മോൾ. അടുത്ത കേസിൽ സസെപ്റ്റബിലിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആൻഡ് ലാർജ്. ഓക്കെ, ഇനി നമുക്ക് 8th പോയിന്റ് പറയാം. 8th പോയിന്റ് ഇതുപോലെ തന്നെ കണക്ട് ചെയ്താൽ അടുത്ത ടീച്ചറിന്റെ പരിപാടി എന്തായിരിക്കും? ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചറിന് ടെമ്പറേച്ചർ കൂടും ആണല്ലോ. അപ്പൊ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, സാധാരണ ഇപ്പൊ ടീച്ചർമാർ കുറെ ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിന്റെ ടെമ്പറേച്ചർ കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം അവരെ യേശുവോ? ഇല്ല, അവരിലേക്ക് ഒന്നും തന്നെ അല്ലെ, അവരിലേക്കൊന്നും ഏശുന്നില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ എന്തുവരെ ടെമ്പറേച്ചറുമായിട്ട് ടീച്ചറിന്റെ ടെമ്പറേച്ചർ കൂടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അപ്പൊ എന്തുവരും? ടെമ്പറേച്ചറുമായിട്ട് ഇതെങ്ങനെയാണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലോ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് that depends on temperature അല്ലെ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറുമായിട്ട് എന്തായിരിക്കും? ഡിപ്പെൻഡൻസി ഉണ്ട്. ഇനി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലോ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചറുമായിട്ട് അതും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ,
ഇതിനെ ബേസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയുമായിട്ട് ബേസ് ചെയ്തിട്ട് ക്യൂറി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഓക്കെ, അതിനൊരു ലോ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ക്യൂറീസ് ലോ എന്ന് പറയും. സസെപ്റ്റബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ്. സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ കേസിലല്ല നമ്മൾ പറയാം എന്തുവരും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസില് സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ലോയ്ക്ക് ആണ് എന്തെന്ന് പറയാം, ക്യൂറീസ് ലോ എന്നാണ് പറയും. ഓക്കെ, അപ്പൊ സസെപ്റ്റബിലിറ്റി വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അതാണ് ക്യൂറീസ് ലോ എന്ന് പറയുന്നത്. ക്യൂറീസ് ലോ അനുസരിച്ച് തന്നെ ഈ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ, ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ കേസിലേക്ക് പറയാം. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ക്യൂറീസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ക്യൂറീസ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ള കേസ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്യൂറീസ് ലോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് അപ്പൊ എന്ത് വരാം, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയുടെ ഒക്കെ കാര്യം പറഞ്ഞു. 9th പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ടെമ്പറേച്ചർ അല്ലെ, നമ്മള് ടീച്ചർമാരെ വഴക്ക് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഇങ്ങനെയെല്ലാം ഈ മിസ്ബിഹേവിയർ എല്ലാം കാണിക്കുന്ന, ക്ലാസ്സിൽ വരാൻ ഇഷ്ടമില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ഒന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്? നമുക്ക് അതിനെപ്പറ്റി പ്രീവിയസ് ആയിട്ടുള്ള ഒരു നോളജ് ഇല്ല. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ നമുക്ക് ഒന്നും അറിയില്ലാത്ത ഒരു സബ്ജക്ട് കേട്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ഒന്നും തന്നെ അല്ലെ, ഒരു രീതിയിൽ നമുക്ക് അറിയില്ലാത്തൊരു ടോപ്പിക്കാണ് എടുക്കുന്നതെങ്കിൽ, അതിന്റെ പ്രീവിയസ് നോളജ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് അതങ്ങ് ദഹിക്കില്ല. ഓക്കെ, അപ്പൊ ഇവരുടെ കേസിലും ഇത് തന്നെയാണ്. ഇവർക്ക് പ്രീവിയസ് ആയിട്ടുള്ള നോളജ് ഒന്നുമില്ല. പ്രീവിയസ് നോളജിനെ നമ്മൾ എടുക്കുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നുള്ള കേസാണ്. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. ഇറ്റ്സ് ഈക്വൽ ടു ഇവർക്ക് എങ്ങനെയാണ് 0 ആണ്. ഓക്കെ, പ്രീവിയസ് ആയിട്ടുള്ള ഒരു നോളജ് അവർക്ക് ആ ഒരു കേസിൽ ഇല്ല. ഓക്കെ, ഇപ്പൊ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിലാണെങ്കിൽ അല്ലെ, ഒരു ആവറേജ് സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിൽ എന്തുവരും, പണ്ട് പഠിച്ച കാര്യങ്ങൾ കുറച്ചെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ അതിൽ നിന്ന് പിടിച്ച് കയറി പോരാം ആണല്ലോ. അപ്പൊ ഇവിടെ എന്തുവരും, ഡൈപോൾ മൊമെന്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഡൈപോൾ മൊമെന്റ് 0 അല്ല. അവർക്ക് എന്തൊക്കെയോ അതിനെപ്പറ്റി അറിവുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ അല്ലെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും എന്തുവരും മനസ്സിലാക്കാനൊക്കെ എളുപ്പമാണ്. ഇനി ഇവിടെയാണെങ്കിലോ ഇവർക്ക് പിന്നെ പറയേണ്ട കേസില്ല, അവര് എന്തുവരും നോട്ട് ഈക്വൽ ടു 0. അവർക്ക് അത്യാവശ്യം അതിനെക്കുറിച്ച് അല്ലെ അറിവുള്ള കുട്ടികളാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ആ അറിവ്, പ്രീവിയസ് അറിവ് എന്നുള്ളത് ഡൈപോൾ മൊമെന്റുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തത്. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഇവർക്ക് ഇല്ല, അതുകൊണ്ടാണ് അവർക്ക് കൂടുതലും അതിനകത്തേക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റാത്തത്. ഓക്കെ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനാണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ചാപ്റ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് മാഗ്നറ്റിക്സ് എന്താണ് അങ്ങനെയുള്ള കേസ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, നമുക്ക് അല്ലെ ഒട്ടും മനസ്സിലാവാത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അതിനെപ്പറ്റി പ്രീവിയസ് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇവർക്ക് ഉണ്ട്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനുണ്ട് കുറച്ച് നോളജ് ഉണ്ട്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനാണെങ്കിൽ അത്യാവശ്യം നല്ല നോളജ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, ഡയാം പാരാ ഫെറോയുടെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത്. ഏകദേശം ഒരു 9 പ്രോപ്പർട്ടീസ് അല്ലെ, 9 എണ്ണമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മളോട് ചോദിക്കാറുള്ളതാണ് ഡയാ പാരാ ഫെറോ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണത്തിന്റെ കേസ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പെർമിയബിലിറ്റി ആവാം, അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി ആവാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളിലൂടെ കയറി പോകുന്നുണ്ട്, ചിലയില് എന്തൊരു വളരെ കുറച്ച് ലൈൻസേ കയറുന്നുള്ളൂ, ചിലയില് ഒട്ടും ലൈൻസ് കയറുന്നില്ല, ചിലയില് എല്ലാ ലൈൻസും അതിന്റെ ഉള്ളിൽ കൂടെ അല്ലെ. അപ്പൊ ഐഡന്റിഫൈ ദ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോപ്പർട്ടീസ് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ നമ്മൾ 9 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഞാൻ ഈ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലെ. ഇങ്ങനെ ഓരോ 1 by 1 ആയിട്ട് ഓർത്തിരിക്കുക. ക്ലാസ്സിലേക്ക് വരുന്നത്, ക്ലാസ്സിൽ ഇരിക്കുന്നത്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് അല്ലെ. ടീച്ചർ പറയുമ്പോ എന്തുവരും, നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ ആ പെർമിയബിലിറ്റിയുടെ കേസ് അല്ലെ, ലൈൻസിനെ കടത്തി വിടുന്ന കേസ്, ഇതൊക്കെ പറയാം. പിന്നെ എന്തുവരും, ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അത് മുഴുവൻ മറന്നു പോണ കേസ്, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്ന കേസ്, അങ്ങനെയുള്ള കേസ്. പിന്നെ എന്തുവരും,
പിറ്റേ ദിവസം വരുമ്പോ അത് ചോദിച്ചാൽ പറയാനുള്ള കേസ്, അപ്പൊ പറയാതിരിക്കുമ്പോ ടീച്ചറിന്റെ ടെമ്പർ കൂടും അല്ലെ. അങ്ങനെയുള്ള കേസുകളെല്ലാം നമ്മളിവിടെ പഠിച്ചു. അപ്പൊ ആ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയും കാര്യങ്ങളൊക്കെ അത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്, അപ്പൊ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, എന്തുവരും ക്യൂറീസ് ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ക്യൂറീസ് ലോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്യൂറീസ് ലോയിൽ നമ്മളോട് പറയുന്നത് സസെപ്റ്റബിലിറ്റി അല്ലെ, സസെപ്റ്റബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറുമായിട്ട് സസെപ്റ്റബിലിറ്റി എങ്ങനെയാണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. Therefore, susceptibility chi is equal to, നമുക്ക് എന്തെന്ന് പറയാം, a constant c into mu 0 divided by t എന്ന് കൊടുക്കാം. ഓക്കെ, c എന്ന് പറയുന്നത് ക്യൂറീസ് കോൺസ്റ്റന്റ് ആണ്, mu 0 നമുക്കറിയാം. അപ്പോ c അല്ലെ mu 0 divided by t എന്ന് നമുക്ക് കൊടുക്കാം. Susceptibility is inversely proportional to temperature എന്നുള്ള കേസാണ് ക്യൂറീസ് ലോയിൽ പറയാം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ആ ഇക്വേഷൻ ഒന്ന് എഴുതാൻ പഠിച്ചിരിക്കാം. ഓക്കെ, ക്യൂറീസ് ലോ ചോദിച്ചത് അതേപടി തന്നെ പറയാം. പിന്നെ അവിടെ നിന്ന് നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി എക്സ്പെൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയും അത് എന്ത് ചെയ്യാണ്, എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് വിടുക അല്ലെ. ഈ എഫക്റ്റിന് നമ്മൾ ഒരു പേര് പറയുന്നുണ്ട്. ആ എഫക്റ്റിന് പറയുന്ന പേരാണ് മീസനർ എഫക്ട് എന്ന് പറയും. ഓക്കെ, എന്ത് എഫക്ട് എന്നാ പറയാ, മീസനർ എഫക്ട് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്ന് പറയാനുള്ള കാര്യം, അപ്പൊ നമ്മൾ ക്യൂറീസ് ലോ പഠിച്ചു, അതുപോലെ തന്നെ മീസനർ എഫക്ട് പഠിച്ചു. ഇതൊക്കെ ആ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇവിടെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസ് പറഞ്ഞു. ഇത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിലാണ് ക്യൂറീസ് ലോ എന്ന് പറയുന്നത് അല്ലെ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിലാണ്. ഓക്കെ, ഇനി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണെന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. അപ്പോ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാണ്, ഒരു നന്നായിട്ട് ഒരു എക്സലന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെ, നമ്മള് എക്സലന്റ് ഫെറോമാഗ്നറ്റിക് ആണല്ലോ, അപ്പൊ എക്സലന്റ് സ്റ്റുഡന്റ് ആണ്. അതിനെ എന്ത് ചെയ്യണം, ഇപ്പൊ ടീച്ചർ വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം വഴക്ക് പറയാണ്, അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല, അതൊക്കെ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ എപ്പോഴെങ്കിലും അല്ലെ, നാച്ചുറലി നമ്മൾ മനുഷ്യരാണല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും എന്ത് ചെയ്യാണ്, അത് എന്തെങ്കിലും ചെയ്യാതെ വരുമോ അല്ലെങ്കിൽ അതിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് വരുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ എന്ത് ചെയ്യാം, അതിന്റെ ബേസിൽ നമുക്ക് കുറ്റം പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നിരിക്കാം. നടക്കാറില്ല എന്നാലും ചെയ്തെന്നിരിക്കാം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന കേസിൽ സംഭവിക്കുന്നത് ഈ ഫെറോമാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്തോരം പാരാമാഗ്നറ്റിക് ബിഹേവിയറിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ചില കുട്ടികൾ എന്തുവരും അല്ലെ, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും, അവർ ആ പഠിത്തം എക്സലന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, അത് ഒന്ന് താഴേക്ക് പോരാം അല്ലെ. എക്സലന്റിൽ നിന്ന് ഒന്ന് താഴേക്ക് പോന്നു കഴിഞ്ഞാൽ ആവറേജ് ലെവലിലേക്കല്ലേ പോരുക. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാം, ഫെറോമാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പെട്ടെന്ന് എന്ത് ചെയ്യും, പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് വരാം. ഓക്കെ, ടെമ്പറേച്ചർ കൂടി വരികയാണ്. ടെമ്പറേച്ചർ കൂടുകയെന്നുള്ളതിന് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വഴക്ക് പറയുന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. അപ്പൊ അതെന്ത് ചെയ്യും, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എങ്ങോട്ടായി മാറും, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പാരാമാഗ്നറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നാണ് പറയാം. അപ്പൊ ആ കേസും കൂടെ ഓർത്തിരിക്കാം. അപ്പൊ ക്യൂറീസ് ലോ നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിലാണ് അപ്ലൈ ചെയ്യുന്നത്, അത് പറഞ്ഞു. ഇനി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസ് മതി. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു പരിധി വിട്ട് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്തായി മാറും, പാരാമാഗ്നറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്തു വരും. ഡയോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ, അപ്പൊ അതിന്റെ കേസ് ഒന്നും പറയാനില്ല. പിന്നെ മീസനർ എഫക്ട് കാണിക്കുന്ന കേസ് ഒന്ന് പറഞ്ഞോളാം. ഓക്കെ, മീസൺ എന്ന് പറഞ്ഞാൽ എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, എക്സ്പെൽ ചെയ്യാണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഒന്നും അതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസും കൂടെ ഒന്ന് ഓർത്തിരിക്കാം.
ഇനി നമുക്ക് ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ഡയ, ഏതൊക്കെയാണ് പാര, ഏതൊക്കെയാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കോപ്പർ, ലെഡ് അല്ലെ, ലെഡ്, സോഡിയം ക്ലോറൈഡ് NaCl, H2O അങ്ങനെയൊക്കെ വരുന്ന ആണ് എന്തെന്ന് പറയുക എക്സെട്ര. ഇതിനെല്ലാം എന്ത് വരും, ഡയാമാഗ്നറ്റിക്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചിരിക്കുക. കോപ്പർ, ലെഡ്, സോഡിയം ക്ലോറൈഡ്, വാട്ടർ, ഇതെല്ലാം ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. ഇനി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ബേസ് ചെയ്ത് വരുന്നത് അലൂമിനിയം, കാൽഷ്യം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്ത് വരും, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റീല് അല്ലെ, അല്ലെങ്കിൽ അൽനിക്കോ എന്ന് പറയുന്ന എന്തുവരും കോമ്പിനേഷൻ ആണ് അല്ലെ, ഒന്നിലധികം മെറ്റീരിയൽസിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ അൽനിക്കോ, അതുപോലെ തന്നെ സോഫ്റ്റ് അയൺ, സ്റ്റീൽ, ഇതെല്ലാം എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോ ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾസും കൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബിഹേവിയർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതാണ്. എത്ര ക്ലാസ് അല്ലെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടീസ് 9 പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ പ്രോപ്പർട്ടീസ് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ച ഡൊമൈൻ അറേഞ്ച്മെന്റ് ഒക്കെ വെച്ചിട്ട് പറയാം അല്ലെ, എന്താ പെയറിംഗ്, ആന്റി പാരലൽ ആണോ പാരലൽ ആണോ എന്നുള്ള കേസ് ഒക്കെ വെച്ച് പറയാം. കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ 9 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9 എണ്ണം ഒന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന മീസണർ എഫക്ട് നമ്മൾ പറഞ്ഞു, ക്യൂറീസ് ലോ നമ്മൾ പറഞ്ഞു. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഒരു പരിധിയിലധികം കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുവരും, അത് പാരാമാഗ്നറ്റിക് ആയിട്ട് എന്തുവരും കൺവേർട്ട് ചെയ്തു വരും. അപ്പൊ ആ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നാണ് ആ കേസ് പറഞ്ഞു. പിന്നെ കുറച്ച് എക്സാമ്പിൾസും ആണ് നമ്മൾ പറഞ്ഞത്. Okay, I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.